ഹലോ ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങൾക്കായി അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഷവോമി മി സ്പോർട്സ് ബ്ലൂടൂത്ത് ഇയർഫോൺ ആണ്. ഇത് രണ്ട് കളർ വേരിയൻറ്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്, ബ്ലാക്കും പിന്നെ വൈറ്റും. ഇനി ഞാൻ നിങ്ങൾക്കായി അൺബോക്സ് ചെയ്യുന്നത് ഇതിൻ്റെ ബ്ലാക്ക് വേരിയൻ്റ് ആണ്. ഇത് നമുക്ക് ആമസോണിൽ നിന്നും പിന്നെ MI സ്റ്റോറിൽ നിന്നുമാണ് മേടിക്കാൻ സാധിക്കുക. നമുക്കിനി അത് ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്ക് അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു പ്ലാസ്റ്റിക് കേസിലാണ് നമുക്ക് നമ്മുടെ ഇയർഫോൺ ലഭിക്കുക. നമുക്ക് അതിൻ്റെ അകത്ത് 2 പെയർസ് ഓഫ് എക്സ്ട്രാ ഇയർബഡ്സ് ലഭിക്കുന്നു, പിന്നെ ഒരു മൈക്രോ USB ചാർജിങ് കേബിളും, പിന്നെ നമുക്ക് നമ്മുടെ ഹെഡ്സെറ്റാണ്, അതായത് നമ്മുടെ ഇയർഫോൺ ആണ് ലഭിക്കുന്നത്. അതിൻ്റെ കേബിളിന് നല്ല നീളമുണ്ട്, പിന്നെ നമ്മുടെ ചെവിയിൽ അത് നല്ല രീതിയിൽ ഫിറ്റായിട്ടിരിക്കുന്നു. പിന്നെ നമുക്കൊരു യൂസർ മാനുവൽ ലഭിക്കുന്നു. അതിൻ്റെ അകത്ത് അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ഫീച്ചേഴ്സിലോട്ട് പോകാം. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 1499 രൂപയാണ്. പിന്നെ ഇതിൻ്റെ അതായത് ഇതിൻ്റെ ബാറ്ററി ലൈഫ് എന്ന് പറയുന്നത് 9 മണിക്കൂറാണ്. അത് നമുക്ക് 50% വോളിയത്തിൽ കേട്ട് കഴിഞ്ഞാൽ 9 മണിക്കൂർ നമുക്ക് പ്ലേ ബാക്ക് ടൈം കിട്ടുമെന്നാണ് പറയുന്നത്. എന്നാലും ഇതിൻ്റെ ആവറേജ് പ്ലേ ബാക്ക് ടൈം എന്ന് പറയുന്നത് 6 തൊട്ട് 6.5 മണിക്കൂറാണ്. പിന്നെ ഇതിൻ്റെ ചാർജിങ് ടൈം എന്ന് പറയുന്നത് 1.5 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ എടുക്കും. പിന്നെ ഇത് IPX4 വാട്ടർ റെസിസ്റ്റൻസോട് കൂടിയാണ്. അതുകൊണ്ട് നമ്മൾ വെള്ളം നനഞ്ഞാലും അങ്ങനെ വേർപ്പ് പറ്റിയാലും അങ്ങനത്തെ പേടിയൊന്നും വേണ്ട. പിന്നെ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഇതുണ്ടാക്കിയിരിക്കുന്ന ഹാർഡ് പ്ലാസ്റ്റിക് കൊണ്ടാണ്. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 13.6 ഗ്രാമാണ്. ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ബേസ് വളരെ കുറവാണ്. പിന്നെ ഇതിൻ്റെ സൗണ്ട് എന്ന് പറയുന്നത് ക്ലിയർ ആണ്, പക്ഷേ ഇതിൻ്റെ ബേസ് കുറവാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ വോക്കൽ, അതായത് നമുക്ക് വോക്കൽ സൗണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കേൾക്കാം. ഇതിൻ്റെ കൺട്രോളറിലാണ് നമുക്ക് നമ്മുടെ ചാർജിങ് സ്ലോട്ട് കാണാൻ പറ്റുന്നത്. അതും ഒരു ക്ലോസ്ഡ് രീതിയിലാണ് ഇരിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള ചാർജ് ചെയ്യേണ്ട സമയത്ത് മാത്രം അത് ഓപ്പൺ ചെയ്യാം, അല്ലാത്ത സമയത്ത് അത് നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇതിൻ്റെ കൺട്രോളറിലാണ് വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ. അതേ സെയിം ബട്ടണാണ് നമ്മൾ ട്രാക്ക് ഫോർവേഡും ബാക്ക്വേഡും യൂസ് ചെയ്യുന്നത്. പിന്നെ സർക്കുലർ ബട്ടൺ ഉണ്ട് സെൻറ്റർ, അത് നമ്മൾ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും, പിന്നെ പാട്ട് പ്ലേയും പോസിനും, പിന്നെ ഗൂഗിൾ അസിസ്റ്റൻസിന് വേണ്ടിയും, പിന്നെ കോൾ ആൻസർ ചെയ്യാനും ആ സെയിം ബട്ടൺ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിനൊരു LED ഇൻഡിക്കേറ്ററും ഉണ്ട്. ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം നമ്മുടെ മീ ഇയർഫോൺ ഓൺ ആക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ നമ്മുടെ ഡിവൈസിലെ ബ്ലൂടൂത്ത് ഓൺ ആക്കുക. അത് കഴിയുമ്പോൾ റീഫ്രഷ് ചെയ്യുമ്പോൾ നമുക്ക് മീ സ്പോർട്സ് എന്ന് പറയുന്ന ഒരെണ്ണം വരും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി കണക്റ്റ് ആവും.